ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി അടുത്തതായിട്ട് എന്താണ് പ്ലാൻ ചെയ്യുന്നത്, കറൻലി നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജീസ് എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അവരെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് ആലോചിച്ചുകൊണ്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പ്രെഡ്. ഇവിടെ നമുക്ക് ആദ്യമേ തന്നെ നിങ്ങളുടെ ഒരു എനർജി എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ കറൻലി നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ചേഞ്ചസ് സംഭവിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് ഈ ഒരു റിലേഷൻഷിപ്പ് മൂലം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ഇതിനു മുൻപ് എന്തായിരുന്നു ആ ഒരു രീതിയിലേ അല്ല, നിങ്ങൾക്കൊരു കംപ്ലീറ്റ് ഒരു ടോട്ടൽ ചേഞ്ച് വന്നിട്ടുണ്ട്. നിങ്ങൾ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുണ്ട്, കുറച്ചും കൂടി സ്വന്തം കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു ഗ്രൗണ്ട് വേണം, ഒരു സ്റ്റാൻഡ് വേണം എന്ന നിലയുറപ്പിച്ച രീതിയിലാണ് നിങ്ങളുടെ ഒരു എനർജി കാണാൻ സാധിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഇതിന് മുൻപ് അങ്ങനെയുള്ളൊരു വ്യക്തി ആയിരുന്നില്ല. നമ്മളോട് നോക്കുമ്പോൾ ഒരു ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജിയിലാണ് നിങ്ങൾ ഉണ്ടായിരുന്നത്. ദാറ്റ് മീൻസ് അത്രയധികം ഒരു അൺകണ്ടീഷണൽ ലവ് എന്നൊക്കെ നമ്മൾ പറയുന്ന രീതിയിൽ നമ്മളുടെ പാർട്ട്ണറിനെ ഒരു രീതിയിലും ബുദ്ധിമുട്ടിക്കാതെ, അല്ലാന്നുണ്ടെങ്കിൽ അവർ ഒരു തരത്തിലും വിഷമിക്കരുത് എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു നിങ്ങൾ. ഇപ്പോൾ നമ്മളത് ക്വീൻ ഓഫ് കപ്സ് എന്ന് പറഞ്ഞതുകൊണ്ട് അത് ഫെമിനിൻ ആണെന്നുള്ള ഒരു രീതിയിൽ എടുക്കരുത്. അതൊരു ജെൻഡർ വൈസ് പറയുന്നതല്ല. അതുപോലെയുള്ള ഒരു എനർജി ആയിരുന്നു. മെയിൽ ആണെന്നുണ്ടെങ്കിലും ഫീമെയിൽ ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഒരു എനർജി അത്തരത്തിലായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് പാർട്ട്ണറിനെ അത്രത്തോളം കെയർ ചെയ്ത് കരുതലോടുകൂടി കൊണ്ട് നടക്കുന്ന, ഒരുപാട് സ്നേഹവും ഇഷ്ടമൊക്കെ ഉള്ളത് ആ ഒരു തരത്തിൽ. ഇനിയിപ്പോൾ അവർ നമ്മളോട് എന്തെങ്കിലുമൊക്കെ ചീറ്റ് ചെയ്തിട്ടുണ്ട്, കള്ളത്തരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ക്ഷമിച്ചു കൊടുക്കാനും അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള മിസ്റ്റേക്കുകൾ കണ്ടില്ലെന്ന് നടിക്കാനൊക്കെ നിങ്ങൾക്ക് കഴിയും. കാരണം അത്രത്തോളം പാർട്ട്ണറിന് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു നിങ്ങൾ. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ഇഷ്ടം മനസ്സിൽ നിന്ന് പോയിന്നോ അല്ലെങ്കിൽ ഇവരിപ്പോൾ നിങ്ങൾക്ക് സ്നേഹമില്ല എന്നുള്ളതല്ല, കുറച്ചും കൂടിയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫിലൊരു ലേണിംഗ് പ്രോസസ്സിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായത് കൊണ്ട് തന്നെ എങ്ങനെയാണ് ലൈഫിൽ പോകേണ്ടതെന്നുള്ളൊരു കാഴ്ചപ്പാട് നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് പുതിയ ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുള്ളൊരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് എല്ലാം നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഇതിനോടകം തന്നെ വന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ പേഴ്സണോടുള്ള നിങ്ങളുടെ അതിരുകവിഞ്ഞ സ്നേഹവും വിശ്വാസവും അല്ലെങ്കിൽ കെയറിങ്ങും എല്ലാം നിങ്ങൾക്കൊരു പണി തന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. അതായത് ഓവറായിട്ട് നിങ്ങൾ ഈ ഒരു പേഴ്സണെ സ്നേഹിച്ചു. ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ മറ്റാരെയും സ്നേഹിക്കാത്തതുപോലെ നിങ്ങൾ ഇവരെ സ്നേഹിച്ചിട്ടുണ്ടാവും. ആ ഒരു കാര്യം തന്നെ നിങ്ങളെ ഏറ്റവും ഒരു വിഷമഘട്ടത്തിലേക്ക് തള്ളി വിട്ടിട്ടുണ്ടാവുന്നതും നിങ്ങളുടെ ആ ഒരു പെരുമാറ്റം തന്നെയാണ്. കാരണം ഈ ഒരു ക്യൂൻ ഓഫ് കപ്സ് എനർജി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ചില സമയത്ത് അതൊരു ഫൂളിഷ് ക്വീൻ ആണെന്ന് പറയാറുണ്ട്. ഒരു വിഡ്ഢിയായ ക്വീൻ എന്ന് ഉദ്ദേശിക്കുന്നത് ബുദ്ധിയില്ല എന്നുള്ളതല്ല, അമിതമായിട്ടുള്ള ആ ഒരു സ്നേഹവും കാര്യങ്ങളും കൊടുക്കുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും ബൗണ്ടറീസ് വെക്കാറില്ല, അല്ലെങ്കിൽ സ്വന്തം കാര്യം അത്രത്തോളം നോക്കാൻ സാധിക്കാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു പേഴ്സൺ എന്ന് പറയുമ്പോഴത്തേക്കും മറ്റുള്ളവർക്ക് മുതലെടുക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായിട്ടുള്ളൊരു വ്യക്തി. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരിക്കലും താങ്ങാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു ആഘാതം അത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയതായിട്ടാണ് കാണുന്നത്. അതായത് ഈ ഒരു പേഴ്സണിൽ നിന്ന് എന്ത് പ്രവൃത്തി നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടെങ്കിലും അത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സമയത്തായിരിക്കാം അങ്ങനെയുള്ളൊരു പെരുമാറ്റം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ചിലപ്പോൾ ഈ ഒരു വ്യക്തി കംപ്ലീറ്റ്ലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ യാതൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് തരാതെ നിങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവർ സ്വപ്നത്തിൽ പോലും ഇങ്ങനെയൊന്നും ചെയ്യുന്ന നിങ്ങൾ വിചാരിക്കാത്ത കാര്യങ്ങൾ ചെയ്തു പോയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്കൊരു ഭയങ്കരമായിട്ടുള്ളൊരു ആഘാതം അല്ലെങ്കിൽ ഒരു ഡിപ്രഷനിലേക്ക് നിങ്ങളെ തള്ളിയിടുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തി ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് ഇവിടെ ആ ഒരു ടവർ സിറ്റുവേഷൻ തന്നെയാണ് നമുക്ക് കാണുന്നത്. അത്രയും ആ ഒരു പതനം എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ലൈഫ് തന്നെ തകർന്നു പോകുന്ന ഒരു അവസ്ഥയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മനസ്സ് തകർന്നു പോയ അവസ്ഥയായിരിക്കാം. അത്രയും ഒരു ആഘാതം നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് ഈ ഒരു പേഴ്സൺ എങ്ങോട്ടാണ് പോയിട്ടുള്ളതെങ്കിലും തീർച്ചയായിട്ടും അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു റിഗ്രറ്റോ കാര്യങ്ങളോ ഒന്നും ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതായത്
വലിയൊരു കുറ്റബോധത്തോടു കൂടിയോ അല്ലെങ്കിൽ ഞാൻ സ്നേഹിച്ച വ്യക്തി ഈ ഒരു തരത്തിലായി പോകുമല്ലോ എന്നുള്ള ഒരു ചിന്തയൊന്നും ആ ഒരു പേഴ്സൺ ഉണ്ടായിട്ടില്ല. അവരുടേതായിട്ടുള്ള ഒരു കാര്യം മാത്രം, അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള ഒരു സെൽഫിഷ് നേച്ചർ ഉള്ള ഒരു പേഴ്സൺ ആയിരുന്നു എന്ന് പറയാം. അതുകൊണ്ടാണല്ലോ നമ്മളുടെ കൂടെ നിൽക്കുന്നവരുടെ ഒരു മനോഭാവം, അല്ലെങ്കിൽ അവർ തകർന്നു പോവോ ഇല്ലയോ എന്നൊന്നും ശ്രദ്ധിക്കാതെ സ്വന്തം കാര്യം മാത്രം നോക്കി, അല്ലെങ്കിൽ നമ്മളുടെ സ്വന്തം സേഫ്റ്റി ആയിരിക്കാം, സ്വന്തം സന്തോഷങ്ങളായിരിക്കാം, അത് മാത്രം നോക്കി നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നമ്മൾ തന്നെയായിരിക്കണം. അല്ലെങ്കിൽ നമ്മളുടെ കൂടെ നിൽക്കുന്ന വ്യക്തിയെ നമ്മൾ അത്രേ കണ്ടിട്ടുള്ളൂ, അവരുടെ ഒരു ഇമോഷൻസിന് വാല്യൂ കൊടുത്തിട്ടുണ്ടാവില്ല എന്നുള്ളത് തന്നെ പറയാം. അപ്പം അത്തരത്തിൽ ഈ ഒരു പേഴ്സൺ യാതൊരു റിഗ്രറ്റും ഇല്ലാതെ തന്നെയാണ് നിങ്ങളെ വേദനിപ്പിച്ചിട്ട് പോയത്. അപ്പോൾ ഇത്രയും ഇമോഷണൽ ആയിട്ടുള്ള ഈ ഒരു എനർജിയിൽ നിന്നാണ് നിങ്ങളിപ്പോഴുള്ള നിലവിലുള്ള വ്യക്തിയായിട്ട് മാറിയിരിക്കുന്നത്. അതായത് ഒരു 9 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയിലേക്ക് നിങ്ങൾ വന്നിട്ടുള്ളത് നിങ്ങളുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ തന്നെയാണെന്നുള്ളത് പറയാം. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതുവരെ ലൈഫിൽ നേരിടാൻ പറ്റാത്ത ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ പുതിയ ലെസൺസ്, എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് പറയാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പിരിച്വലി ഏറ്റവും കൂടുതൽ കണക്റ്റഡ് ആയിട്ടുണ്ടായിരുന്ന ഒരു ടൈം, അങ്ങനെ ഒരുപാട് മാറ്റത്തിൻ്റെ ഒരു കാലഘട്ടം തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞതുപോലെ നിങ്ങൾ കൂടുതലും നിങ്ങളുടെ കാര്യത്തിനൊരു ഫോക്കസ് കൊടുക്കുന്നുണ്ട്. നേരത്തെ നിങ്ങൾ ഈ ഒരു പേഴ്സണിൽ അത്രത്തോളം അഡിക്റ്റഡ് ആയിരുന്നു, അല്ലാന്നുണ്ടെങ്കിൽ ഇവരില്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ജീവിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ മരിച്ചു പോകുന്നൊരവസ്ഥയിലാണ് നിങ്ങൾ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ അതിൽ നിന്നെല്ലാം നിങ്ങൾക്കൊരു മാറ്റം വന്നിട്ടുണ്ട്. ആരില്ലെങ്കിലും എനിക്ക് ജീവിച്ചേ പറ്റൂ എന്നുള്ള ആ ഒരു നേച്ചറിലേക്ക് നിങ്ങൾ എത്തിയതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ കറൻ്റ്ലി നിങ്ങൾ ഈ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പോലും പഴയതുപോലെ ഓവറായിട്ട് അറ്റാച്ച്മെൻ്റ് ആവാനോ അല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴും ഇതോർത്ത് വിഷമിക്കാനോ ഒക്കെ നിൽക്കുന്നുണ്ടാവില്ല. നിങ്ങൾക്ക് തന്നെ ഒരു നിലനിൽപ്പ് വേണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്പേസ് നിങ്ങൾ അന്വേഷിക്കുന്ന ഒരു സമയമായിരിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ഓഫേഴ്സ് പല രീതിയിലും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവാം. ചിലപ്പോൾ റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് പുതിയ ഓഫേഴ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടാവാം. ഇനി വേറെ ചില വ്യക്തികൾക്കാണെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യലി ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പുതിയ ജോലിയായിരിക്കാം, നിങ്ങൾ ആഗ്രഹിച്ചൊരു കരിയർ ആയിരിക്കാം, അല്ലെങ്കിൽ ഇത്രയും നാളുകളായിട്ട് നിങ്ങൾ പെൻഡിങ്ങിൽ വെച്ചിരുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങളിപ്പോൾ പൊടി തട്ടി എടുക്കുന്നുണ്ടാവാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഒരു പുത്തൻ ഉണർവ്, അല്ലെങ്കിൽ ഒരു മാറ്റം, അല്ലെങ്കിൽ എനിക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കണം എന്ന് പറയുന്ന ആ ഒരു വാശി പോലെയുള്ള ഒരു അവസ്ഥയിലായിരിക്കാം നിങ്ങളിപ്പോൾ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ അത്രയും നിങ്ങൾ സ്റ്റേബിളായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഇല്ല, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള കൂടുതലൊരു പരിഗണനയും കാര്യങ്ങളും കിട്ടുന്നില്ല, നിങ്ങളെ വേദനിപ്പിച്ചു പോയിട്ടുള്ള ഒരു വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിലും നിങ്ങളിപ്പോൾ അത് യൂസ്ഡ് ആയിരിക്കുന്നു. അതായത് ഈ ഒരു സംഭവം ഇപ്പോൾ നിങ്ങൾ വളരെ കാര്യമായിട്ട് മനസ്സിലാക്കി, നിങ്ങൾക്ക് ആ സിറ്റുവേഷനും അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ എനർജീസായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. നിങ്ങളിപ്പോൾ വളരെയധികം ബോൾഡായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾക്ക് കൂടുതലൊരു പ്രയോറിറ്റി കൊടുത്ത് പോവുകയാണ്. കഴിഞ്ഞ വിഷമങ്ങളും ദുഃഖങ്ങളിൽ നിന്നെല്ലാം പുറത്ത് കിടക്കാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരുപാട് ഒരു റോൾ മോഡലാണെന്ന് പറയാം. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളിൽ നിന്ന് പുറത്ത് കിടക്കാൻ സാധിക്കാതെ നിൽക്കുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും നിങ്ങളെ മാതൃകയാക്കാൻ സാധിക്കുന്ന ആൾക്കാരാണ്. കാരണം നമ്മളിവിടെ നോക്കുമ്പോൾ അത്രയും ഒരു ഡിപ്രഷനിൽ നിന്നാണ് നിങ്ങൾ കരകയറി മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ചിലപ്പോൾ ഒരു ഘട്ടത്തിൽ നിങ്ങളുടെ മുൻപിൽ എന്തെങ്കിലും ഓഫേഴ്സോ അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള മറ്റുള്ള ഗുണഗണങ്ങൾ പോലും നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. കാരണം ഫുൾ ടൈം ഈ ഒരു പേഴ്സണെ ഓർത്ത് വിഷമിച്ചിരിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പിൽ സംഭവിച്ച കാര്യങ്ങൾ ഓർത്ത് കരഞ്ഞിരിക്കുക ആയതുകൊണ്ട് മാത്രം നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത്, അല്ലെങ്കിൽ ദൈവം നിങ്ങൾക്ക് തന്നിട്ടുള്ള മറ്റുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ശ്രദ്ധിക്കാതെ ഫുൾ ഇതിൻ്റെ പിന്നാലെ ആയിരുന്നിരിക്കുക. അപ്പോൾ ആ ഒരു എനർജിയിൽ നിന്ന് ഇപ്പോഴുള്ള എനർജിയിലേക്കുള്ള നിങ്ങളുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ, അല്ലെങ്കിൽ ആ ഒരു ഷിഫ്റ്റ് എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളിൽ കുറച്ച് പേരുടെയെങ്കിലും വ്യക്തികൾ ഇതിനോടകം തന്നെ നിങ്ങളിലേക്ക് മടങ്ങി വന്നിട്ടുണ്ടാവും. ഒരുപാട് നാളുകളായിട്ടുണ്ടാവില്ല, റീസെൻ്റ്ലി ഈ ഒരു പേഴ്സൺസ് നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടാവും, തിരിച്ചെത്തിയിട്ടുണ്ടാവാം. ഈ ഒരു വ്യക്തിയിൽ നിന്നൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവാം, ചിലപ്പോൾ ഒരു അപ്പോളജി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവാം. കാരണം ഒരു ഘട്ടത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കംപ്ലീറ്റ്ലി ഈ ഒരു റിലേഷൻഷിപ്പ് ഒഴിവായ രീതിയിൽ, അല്ലാന്നുണ്ടെങ്കിൽ കൂടുതലൊരു പ്രയോറിറ്റി ഇതിന് തരാതെ, നിങ്ങളുടെ ഒരു വിഷമവും കാര്യങ്ങളൊന്നും കണക്കിലെടുക്കാതെ നിർദാക്ഷിണ്യം പോയിട്ടുള്ളൊരു പേഴ്സൺ തന്നെ വേണമെങ്കിൽ പറയാം. കൂടുതൽ സ്വന്തം കാര്യം മാത്രം നോക്കിപ്പോയിട്ടുള്ളൊരു പേഴ്സൺ, അവർ വീണ്ടും നിങ്ങളിലേക്ക് തിരിച്ചു വന്ന ആ ഒരു എനർജി, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടാവണം. അപ്പം അങ്ങനെയുള്ള വ്യക്തികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇതുപോലെയുള്ളൊരു ക്രൂഷ്യൽ സിറ്റുവേഷനിൽ നിങ്ങൾ ഉപേക്ഷിച്ച് പോയി, പക്ഷെ ഇപ്പോൾ വീണ്ടും നിങ്ങളെ അന്വേഷിച്ച് അവർ തിരിച്ചു വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇനി കമ്മ്യൂണിക്കേഷൻ കിട്ടാത്ത വ്യക്തികളാണ്, അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങൾ സെപ്പറേഷനിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുന്നു, എന്താണ് ഇപ്പോഴത്തെ നിങ്ങളുടെ ഒരു അവസ്ഥ എന്നെല്ലാം അറിയാനായിട്ട് ഈ ഒരു പേഴ്സൺ കാര്യമായിട്ട് ശ്രമിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ കോമൺ ഫ്രണ്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടായിന്ന് വരാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരോട് അന്വേഷിക്കുക. അതായത് ഏതെങ്കിലും രീതിയിൽ ഇപ്പോഴുള്ള നിങ്ങളുടെ ഒരു സാഹചര്യത്തെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്.
അപ്പോൾ അങ്ങനെ അറിയാനായിട്ട് ആഗ്രഹിക്കുന്നതിൻ്റെ ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവർക്ക് നിങ്ങളിലേക്ക് മടങ്ങി വരണം. അങ്ങനെ മടങ്ങി വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ അവൈലബിൾ ആയിരിക്കണം എന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു മാറ്റം ഈ ഒരു പേഴ്സൺ അറിഞ്ഞിട്ടുണ്ടാവാം. നിങ്ങൾ ചിലപ്പോൾ നേരത്തെ എപ്പോഴും മെസ്സേജസ് അയച്ച് ഈ ഒരു പേഴ്സണെ നോക്കി നടന്നിരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളും അവരെ അത്രയും അവഗണിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പോകുന്നില്ല. നിങ്ങളെ വേണ്ടാത്തവരെ നിങ്ങൾക്ക് വേണ്ട എന്നുള്ള രീതിയിൽ നിങ്ങളും ചിലപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷനും കുറേ നാളുകളായിട്ട് പോയിട്ടുണ്ടാവില്ല. അത് മാത്രമല്ല, ഇപ്പോൾ നിങ്ങൾ വളരെ സെൻറ്റി സ്റ്റേറ്റസ് ഒക്കെ ഇട്ട് നടന്നിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കി വളരെ ഫ്രീ ആയിട്ട് നിങ്ങളൊരു നിലനിൽപ്പിലെത്തി എന്നുള്ളൊരു രീതിയിലായിരിക്കും നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ തന്നെ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡാണ് ഇപ്പോൾ ഈ കഴിഞ്ഞു പോയതെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അതുമാത്രമല്ല, നിങ്ങളിപ്പോൾ നന്നായിട്ട് ഹീൽഡ് ആയതായിട്ട് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അത്രയും ആ ഒരു ഹീലിംഗ് എനർജിയൊക്കെ കിട്ടിയിട്ടുള്ള പേഴ്സൺസ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ വീണ്ടും നിങ്ങളിലേക്ക് അടുത്ത് വരുന്നത് ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ബിഗിനിങ്ങിൽ എങ്ങനെയാണോ ഒരു പുതിയൊരു സ്റ്റാർട്ടിങ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ആ ഒരു പേഴ്സണോട് ഉണ്ടാവുന്ന അപ്രോച്ച് എങ്ങനെയാണോ ആ ഒരു രീതിയിൽ, അല്ലെങ്കിൽ ആ ഒരു ഇൻറ്റൻസിറ്റിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആ ഒരു തീക്ഷ്ണതയോടുകൂടി വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണെയാണ് കാണുന്നത്. മാത്രമല്ല, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു, നിങ്ങളിൽ നിന്ന് ഈ ഒരു പേഴ്സൺ അകന്നു പോയപ്പോഴത്തേക്കും ഭയങ്കരമായിട്ടുള്ളൊരു റിഗ്രറ്റോ കാര്യങ്ങളോ ഒന്നും അവർക്ക് ഉണ്ടായിട്ടില്ല. അവരപ്പോഴത്തെ അവരുടെ ഒരു സാഹചര്യം അനുസരിച്ച്, അല്ലെങ്കിൽ അവരുടെ ഒരു സേഫ്റ്റി അനുസരിച്ച് വളരെ കൂളായിട്ടുള്ള പോയിട്ടുള്ളൊരു പേഴ്സണാണ്. ചിലപ്പോൾ നിങ്ങളിവിടെ ഒരുപാട് ദുഃഖിച്ചിരിക്കുന്ന ഒരു സമയത്ത് ആ ഒരു പേഴ്സൺ അവിടെ ഒരുപാട് സന്തോഷത്തിൽ നടന്ന ഒരു സമയമായിരിക്കാം, അല്ലെങ്കിൽ സെലിബ്രേഷൻസ് ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നടന്ന ആ സമയമായിരിക്കാം. കാരണം ചില കേസസിൽ നമ്മളുടെ പാർട്ട്ണറിൽ നിന്ന് സാഹചര്യവശാൽ മാറി നിൽക്കേണ്ടത് കൊണ്ട് തന്നെ ഏത് പുതിയ സിറ്റുവേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ വേണമെങ്കിൽ ചേരാത്ത വ്യക്തികളുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ശരീരം എവിടെയാണെന്നുണ്ടെങ്കിൽ മനസ്സ് എവിടെയെന്ന് പറയുന്നത് പോലെ നിൽക്കുന്ന വ്യക്തികളുണ്ട്. പക്ഷെ ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ ഒരു പാസ്റ്റ് എനർജിയിൽ അങ്ങനെയുള്ളൊരു വ്യക്തിയായിട്ട് കാണുന്നില്ല. കാരണം അവരുടെ അപ്പോഴത്തെ സാഹചര്യം എന്താണോ അതുമായിട്ട് ഇഴുകി ചേർന്ന ഒരു വ്യക്തിയാണ്. കൂടുതൽ നിങ്ങളെപ്പറ്റി ചിന്തിക്കാതെ പോയിട്ടുള്ള ഒരു പേഴ്സണാണ്. പക്ഷേ ഇപ്പോൾ ഈ ഒരു വ്യക്തി തിരിച്ചു വരുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നതിനുള്ള മെയിൻ 2 റീസൺസാണുള്ളത്. അതിലൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഈ ഒരു മാറ്റം, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ കൂളായിട്ട് നിങ്ങളുടെ ലൈഫ് ഹാൻഡിൽ ചെയ്യും എന്നുള്ളത് സ്വപ്നത്തിൽ പോലും ഈ ഒരു പേഴ്സൺ വിചാരിച്ചിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം അത്രത്തോളം ചിലപ്പോൾ നിങ്ങൾ ആ ഒരു സ്നേഹവും കെയറിങ്ങും ഒക്കെ വാരിക്കോരി കൊടുത്തത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഈ ഒരു പേഴ്സണോട് പറഞ്ഞിട്ടുണ്ടാവാം അവരില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം. അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ ഒരു കാൽച്ചോട്ടിൽ കിടന്നിരുന്ന പോലെയുള്ളൊരു വ്യക്തി ഒരുപാട് മാറിപ്പോയിരിക്കുന്നു, അല്ലെങ്കിൽ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പോയിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ നഷ്ടപ്പെടുത്തി കളയാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഈ ഒരു പേഴ്സൺ ഒരു വിലയില്ലാതാവാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് തിരിച്ചു പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇനി അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ പറഞ്ഞു നിങ്ങളുടെ ആ ഒരു ലൈഫ്, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് ആ ഒരു ട്രാൻസ്ഫർമേഷൻ ജേണിയിലൂടെ സഞ്ചരിച്ചിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ മറ്റൊരു രീതിയിലൂടെ ആ ഒരു പേഴ്സൺ അവരുടേതായിട്ടുള്ള ഒരു പാത്തിലൂടെയാണ് പോയിട്ടുള്ളത്. അപ്പോൾ അവർ നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ടുള്ളത്, അല്ലെങ്കിൽ ആ ഒരു ഗ്രീനറി കണ്ട് പോയത് എങ്ങോട്ടാണോ, ഏത് സിറ്റുവേഷനിലേക്കാണോ, അവിടെ അവർ വിചാരിച്ചിട്ടുള്ള യാതൊരു കാര്യങ്ങളും അവർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ ആ ഒരു ജഡ്ജ്മെൻറ്റ് പീരീഡ് ഉണ്ടായിട്ടുണ്ട്. അതായത് ചില കേസസിൽ നമ്മൾ തെറ്റുകളോ അല്ലെങ്കിൽ ചീറ്റിങ്ങോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശിക്ഷയും കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീടായിരിക്കും കിട്ടുന്നത്. പക്ഷേ അതേസമയം നമ്മൾ ചെയ്തതിനുള്ള കൂലി നമുക്ക് ഉടനടി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാര്യം മനസ്സിലാവും. നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ, നെഗറ്റീവായിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിന് ഉടനെ തന്നെ ആ ഒരു കർമ്മഫലം നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് റിയലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതുപോലെയുള്ള ഒരു അവസ്ഥയിലൂടെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവരെ തന്നെ ഒരുപാട് സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ വളരെ സെൽഫിഷ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്താണോ തനിക്ക് അനുകൂലമായിട്ടുള്ളത് ആ ഒരു സൈഡ് ചൂസ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് നടന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതിലൊന്നും യാതൊരു അർത്ഥവും ഇല്ല എന്നുള്ളത് ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ഒരു സെൽഫ് റിയലൈസേഷനിലൂടെ കടന്നു പോയതായിട്ട് തന്നെ നമുക്ക് കാണാം. അതായത് ആ ഒരു ഒന്നില്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സ്പിരിച്വൽ അവേക്കനിങ് ആയിരിക്കാം. അതായത് സ്വയം തിരിച്ചറിയാനുള്ള ഒരു അവസരം ഇവരുടെ ലൈഫിൽ ഉണ്ടായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഡിവൈൻ ഹാൻഡ്സിൻ്റെ ഇടപെടൽ തീർച്ചയായിട്ടും ഇവരുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതായിട്ട് തന്നെ നമുക്ക് പറയാം. ഇപ്പോൾ സ്വയം മതിമറന്ന് നടക്കുന്ന ഒരു പേഴ്സണാണ്. പ്രത്യേകിച്ച് കൂടുതൽ കാര്യങ്ങളിലൊന്നും കൺസേൺ ഇല്ല, എൻ്റെ കാര്യങ്ങളിൽ മാത്രമേ ശ്രദ്ധയുള്ളൂ, അതിൽ ആര് സന്തോഷിച്ചാലും അല്ലെങ്കിൽ ആര് വിഷമിച്ചാലും കുഴപ്പമില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഇടയ്ക്കൊരു കൊട്ട് കിട്ടുക എന്ന് പറയില്ല, അതുപോലെയുള്ളൊരു അവസ്ഥ കിട്ടുമ്പോഴാണ് നമ്മൾ പല രീതിയിലും ചിന്തിക്കാൻ തുടങ്ങുന്നത്, അല്ലെങ്കിൽ ഒരു മാറ്റം പലർക്കും വന്നു തുടങ്ങുന്നത്. പലപ്പോഴും ഹ്യൂമനായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല, അതിന് ആ ഒരു ഡിവൈൻ ഹാൻഡ്സിൻ്റെ ഇടപെടൽ തന്നെ വേണം. അപ്പോൾ അതുപോലെയുള്ളൊരു മാറ്റത്തിലൂടെ ഈ ഒരു പേഴ്സൺ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയതായിട്ട് തന്നെ നമുക്ക് കാണാം. അപ്പോൾ അതാണ് ഇതിൻ്റെ മറ്റൊരു റീസൺ. അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഈ ഒരു പേഴ്സൺ അടുത്ത് വേണമെന്നോ ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് അവരെ കിട്ടിയിട്ടില്ല. പക്ഷേ ഇന്ന് ആ ഒരു പേഴ്സൺ ഏറ്റവും കൂടുതൽ ഈ ഒരു കാര്യം ആഗ്രഹിക്കുന്നുണ്ട്.
നിങ്ങളുടെ റിലേഷൻഷിപ്പ് തിരിച്ചു വേണം, അല്ലെങ്കിൽ നിങ്ങൾ അടുത്തുണ്ടാവണം എന്നെല്ലാം ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്കിവിടെ കാണാം ആ ഒരു 10 of Cupsന്റെ എനർജി, ആ ഒരു ഫുൾഫിൽമെന്റ് നിങ്ങളാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയേക്കാൾ ഉപരിയായിട്ട് മറ്റൊരു ആൾ ഈ ഒരു പേഴ്സന്റെ ലൈഫിൽ ഉണ്ടാവില്ല. അത്രയും സ്നേഹവും സന്തോഷവും കരുതലെല്ലാം കൊടുക്കാൻ പറ്റിയ ഒരു വ്യക്തിയും ഈ ഒരു പേഴ്സൺ കണ്ടെത്തിയിട്ടുണ്ടാവില്ല. അപ്പം ആ ഒരു റിയലൈസേഷൻ കിട്ടിയിട്ടുള്ള ഒരു പേഴ്സണെയാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഈ ഒരു പേഴ്സൺ തിരിച്ചു വന്ന് നിങ്ങളോട് അപ്പോളജി എല്ലാം പറയാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം ഇവർക്ക് നിങ്ങൾ ഏത് വിധേനയും തിരിച്ചെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ്. ഈ ഒരു റിലേഷൻഷിപ്പ് തിരിച്ചു കൊണ്ടുവരണം, അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് അവർക്കൊരു റോള് ഉണ്ടാവണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കുകയാണ്, അല്ലെങ്കിൽ രണ്ടും തേഞ്ഞു മാഞ്ഞു പോയതുപോലെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് പ്രത്യേകിച്ച് രണ്ടും രണ്ട് വ്യക്തികളായി കഴിഞ്ഞു. അപ്പോൾ അതുപോലെയല്ല, നിങ്ങൾ തമ്മിൽ ഒരുമിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ മേലുള്ള ഒരു അധികാരം ഈ ഒരു പേഴ്സൺ ഉണ്ടാവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നുള്ള ഒരു സ്നേഹം അനുഭവിക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. നിങ്ങളെ ആർക്കും വിട്ടുകൊടുക്കാത്ത തരത്തിൽ അത്രയും അവർ ഹോൾഡ് ചെയ്യുന്നുണ്ട് അവരുടെ മനസ്സിനകത്ത്. അപ്പോൾ ഇത് വളരെ ഒരു ആക്ഷൻ ആയിട്ടുള്ള, അല്ലെങ്കിൽ എത്രയും വേഗം ആക്ഷൻ എടുക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ എത്രയും വേഗം നിങ്ങളെ കോൺടാക്ട് ചെയ്യും, അല്ലെങ്കിൽ ചിലർക്ക് ഇതിനോടകം തന്നെ കോൺടാക്ട് കിട്ടിയിട്ടുണ്ടാവാം, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ. അപ്പോൾ ഇതിനകത്ത് ഒരു തേർഡ് പാർട്ടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അവരോട് ഫൈറ്റ് ചെയ്തിട്ടാണെങ്കിലും, അല്ലെങ്കിൽ അവരോട് ആർഗ്യുമെന്റ്സ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങളോട് അടുത്തേക്ക് വരണം, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ്. കാരണം ഇപ്പോൾ ഇവർക്ക് മറ്റൊന്നും ഒരു പ്രശ്നമായിട്ട് ഇവർ കാണുന്നില്ല. നേരത്തെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഇവർ 100 കൂട്ടം പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടെന്നുള്ളത് ഇവർ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവർക്കൊന്നും പ്രശ്നമായിട്ട് ഇവർ ഫീൽ ചെയ്യുന്നില്ല. ഏതറ്റം വരെയും പോകാനായിട്ട് റെഡിയായിട്ട് നിൽക്കുന്ന ഒരു പേഴ്സണെയാണ് കാണുന്നത്. അതായത് ഈ ഒരു വ്യക്തിയുടെ എക്സിസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ അവരുടെ ഒരു നിലനിൽപ്പ് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് ആണെന്നുള്ളത് അവർ തിരിച്ചറിയുന്നുണ്ട്. ആ ഒരു റിയലൈസേഷനിലേക്ക് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണിത്. അപ്പോൾ നിങ്ങളായിട്ട് തന്നെ വളരെ സ്റ്റേബിളായിട്ട് നിൽക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ അല്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, ഞാൻ മൂവ് ഓൺ ചെയ്തു എന്നൊക്കെയുള്ള രീതിയിൽ ഈ പേഴ്സണെ അറിയിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവരും കൂടി കണ്ടോട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങൾ പെരുമാറിയിട്ടുണ്ട്, ആ ഒരു രീതിയിലൊക്കെ നിങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം ഇവർ അസ്വസ്ഥതപ്പെടുത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ഉദ്ദേശിച്ചത് ആ ഒരു റിസൾട്ട് ഇതിനകത്ത് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എത്രയും വേഗം കോണ്ടാക്റ്റിലേക്ക് വരുന്ന ഒരു പേഴ്സണാണ്. ആ ഒരു കോണ്ടാക്റ്റിലേക്ക് വരാൻ, അല്ലെങ്കിൽ ഇത് നിലനിർത്താൻ വേണ്ടിയിട്ട് എന്തും ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സൺ ശ്രമിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു പേഴ്സണേക്കാൾ ഉപരിയായിട്ട് നിങ്ങളുടെ എനർജി അത്രത്തോളം സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിച്ചിട്ടുള്ള ഒരു റീഡിംഗ് ആണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റീഡിംഗ് ആണോ, നിങ്ങളുമായിട്ട് ഇത് റെസനേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് 100% തിരിച്ചറിയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് ക്ലൂസോ കാര്യങ്ങളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങളുടെ എനർജിയും നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയായിട്ടൊക്കെ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതേ സാഹചര്യത്തിലുള്ള വ്യക്തി നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു കോൺടാക്റ്റ് ഇതിനോടകം തന്നെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. ഈ ഒരു പേഴ്സണുമായിട്ട് റീകൺസിലേഷൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യുക. ഇവിടെയുള്ള പേഴ്സൺ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളെ അന്വേഷിച്ച് വരുന്ന ഒരു വ്യക്തി തന്നെയാണ്. എത്ര നാളുകളായിട്ട് നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷനിലാണെന്നുണ്ടെങ്കിൽ പോലും ഇത് വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത അത്രയും ഒരു സ്നേഹവും കാണിച്ചുകൊണ്ടായിരിക്കാം ഈ ഒരു പേഴ്സൺ വരുന്നത്. അതുപോലെയുള്ളൊരു എനർജിയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.